പാലക്കാടിന്റെ മുത്തുമണി നമ്മുടെ സ്വന്തം ഷാജി ചേട്ടൻ വീണ്ടും നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ചേട്ടാ. ഒരു കാര്യം പറയുമ്പോൾ സന്തോഷമുണ്ട്. ആ തിരക്കുകളുടെ ഒരു ക്ഷീണമല്ല, ഒരു കല മുഖത്ത് കാണുന്നുണ്ട്. അല്ലേ അല്ലേ രവിചേട്ടാ? ഞാൻ തിരക്കിന്റെ കല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ്. ഞാൻ പുതിയതിൽ ഉണ്ടാക്കിയതാണ്. പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി. അതായത് നല്ല തിരക്കുള്ളതിന്റെ ഒരു ലാഞ്ചന മുഖത്ത് കാണുന്നുണ്ട്. കലയുടെ തിരക്കെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ തിരക്കിന്റെ കല ഈ ഷാജിച്ചേട്ടനെ പറ്റി ഒരുപാട് പേർക്ക് ഈ ഏറ്റവും പുതിയ സിനിമ കാണുന്ന ആളുകൾക്ക് ഷാജിച്ചേട്ടൻ ഇപ്പൊ എല്ലാ സിനിമകളുടെയും ഭാഗമാണ്. ഒരുപാട് സിനിമകളിലുണ്ട്. ഷാജിച്ചേട്ടൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നോ ഒന്നും പലർക്കും അറിയില്ല. കാരണം ഞാൻ ഈയിടക്കൊക്കെ ആലോചിച്ച ഒരു കാര്യം, ഈ ഷാജി ചേട്ടന്റെ വിഷ്വൽ റെക്കോർഡ്സ്, മിമിക്രി കളിക്കുന്ന വിഷ്വൽ റെക്കോർഡ്സ് വളരെ കുറവാണ്. നിങ്ങൾ തപ്പിയാലൊന്ന് ഏതെങ്കിലും സ്റ്റേജിൽ നിന്ന് പുള്ളി മിമിക്രി കളിക്കുന്നത് കിട്ടാൻ പാടാ. അതൊക്കെ എവിടെയാണ് കുഴിച്ചു മൂടിയത്? അന്ന് ആരും എടുത്തില്ലെന്ന് തോന്നുന്നത് കാര്യമായിട്ട്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പഴയ വീഡിയോസ് ഒക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട്. പ്രസാദേട്ടന്റെ ഒക്കെ അടക്കമുള്ള വീഡിയോസ്. അല്ല, പ്രസാദേട്ടന്റെ കൂട്ടത്തിൽ ഷാജിച്ചേട്ടൻ ഉണ്ടായിട്ടില്ല. ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രസാദേട്ടന്റെ ഒക്കെയാണ് തോന്നുന്നു. കെ എസ് പ്രസാദിന്റെ കൂട്ടത്തിലാണ് ഈ കാസറ്റുകൾ ഏറ്റവും കൂടുതൽ വന്നത്. ഈ സിനിമാല അങ്ങനെയുള്ള പരിപാടികളുടെ സംഘത്തിലാണ് മറ്റുള്ളവരുണ്ട്. ഈ രണ്ട് സംഘത്തിലും ഇല്ലാത്തൊരു മിമിക്രിക്കാരനായിരുന്നു ഷാജിച്ചേട്ടൻ. എന്നാൽ ഈ സംഘത്തിലൊക്കെ വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, വരൂലായിരുന്നു. എന്താ പറയാ, ഗസ്റ്റ് അപ്പിയറൻസോ ഗസ്റ്റ് പോലും വരികയല്ല. പുള്ളിക്ക് വേറെ തിരക്കുകളും വേറെ പരിപാടികളും ഒക്കെ ആയിട്ട് അന്നേ ആ വഴി ഈ വഴി അങ്ങ് പോവുക, അന്നേ പ്രേമിക്കുക, കല്യാണം കഴിക്കുക, ആ വഴിക്ക് പോവുക, അങ്ങനെയുള്ള പരിപാടികളില് മിമിക്രി ഒരു സൈഡിൽ കൂടെ പോവുകയും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാധാന്യം. വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. വലിയ നർമ്മബോധമുള്ള ആളാണ്. വലിയ നർമ്മബോധമുള്ള ആളെന്ന് പറഞ്ഞാല് പൊതുവെ നമ്മൾ എന്തെങ്കിലും നർമ്മം നമുക്ക് സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടിയാൽ ഇത് വിളിച്ച് പങ്കുവെക്കാവുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ചിരിക്കുന്ന, ഞാൻ ഷാജൻ ചേട്ടനെ വിളിക്കും, ചിലപ്പോൾ പ്രചാരനെ വിളിക്കും, ഷാജി ചേട്ടനെ വിളിക്കും. ഇവരോടൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര ക്രൈമുള്ള നർമ്മവും, കാരണം അതിനകത്തൊരു ക്രൂരതയുണ്ട്. ചില തമാശകൾ നമ്മൾ പുറത്ത് പറയാനോ അങ്ങനെയൊന്നും പാടില്ല. അതിന്റെ ആ നർമ്മം മാത്രം എടുത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഷാജി ചേട്ടനൊക്കെയാണ്. അങ്ങനെയുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ നർമ്മം ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പരിധി വരെ. അപ്പൊ വിഷുവിന്റെ ഒരു കോള് വരുമ്പോൾ ഒരുപക്ഷെ സന്തോഷമാണോ സങ്കടമാണോ സങ്കടം പറയാൻ വിളിക്കാറില്ല, പക്ഷെ പറയാൻ പോകുന്നതെങ്കിലും ഞാൻ ഫോൺ എടുക്കുന്നത് തന്നെ ചിരിച്ചുകൊണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കത് അറിയാം എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റാന്നുള്ളതാണല്ലോ. ചിലർക്കത് വേദനിക്കും, പക്ഷെ ഈ പറയുന്ന രീതിയിൽ അത് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സൗഹൃദമാണ്. അതായത് ഇപ്പൊ ഈ ഇടയ്ക്ക് നോക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു റീൽസ് ചെയ്തിരിക്കുകയാണ് എടുത്തത്, വളരെ പോപ്പുലർ ആയ ഒരു സീനിന്റെ ലിപ്സിങ്ക് മുഴുവൻ പോയി കിടക്കുകയാണ്. ഒട്ടും ശരിയല്ല. അങ്ങനെയൊന്നും അല്ല റീലിൽ ഒരു സംഭവം ചെയ്യേണ്ടത്. വെറുതെ ഇങ്ങനെയൊക്കെ കാണിച്ച് ചെയ്തേക്കാണ്. അപ്പൊ ഇത് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ ലിപ്സിങ്ക് വിട്ടിട്ട് പുള്ളിയുടെ കാറിലിരുന്ന പുള്ളി ചെയ്യുന്നത്. ഷാജിച്ചേട്ടൻ തിരിച്ചു പറയും, എടാ ഞാനത് കണ്ടു, പക്ഷെ അവൻ ആ സ്റ്റിയറിംഗിൽ കൈ വെച്ചതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് വേറെ, പക്ഷെ ആ കാറിന്റെ ലൈറ്റ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നതിന്റെ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ മെയിൻ തെറ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ട് വേറെ കുറേ തെറ്റുകൾ കണ്ടുപിടിച്ച്, ഞാൻ അതാ പറഞ്ഞ അതിനകത്തൊരു ചെറിയ ക്രൈമുണ്ട്. ഇപ്പൊ ആള് സാധാരണക്കാരൻ ചെയ്തതാണല്ലോ, പക്ഷെ അങ്ങനെ പറയുന്നതിനുള്ള ചുരുക്കം ചില ആളുകളിൽ ഒന്നാണ് ഷാജി ചേട്ടൻ എന്ന് പറയുന്ന ആൾ. ഷാജി ചേട്ടന്റെ ഒരുപാട് പുതിയ വിശേഷങ്ങളിൽ ഒരു വിശേഷം ഞാനിപ്പോ പറയാം. അതായത് നമ്മുടെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും പോകുന്നത് ഒരു ലൊക്കേഷനിലേക്കാണ്. അതായത് ഗിന്നസ് പക്രു ചേട്ടൻ നായകനാകുന്ന 916 കുഞ്ഞൂട്ട് എന്നുള്ള പടത്തില് നമ്മള് എന്റെ ചേട്ടനും അനിയത്തി, നിങ്ങൾ അങ്ങനെയാണല്ലേ? ചേട്ടനും അനിയത്തിയാണ്. അനിയത്തി മീൻസ് അത് എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് അല്ലേ? അങ്ങനെ അടുത്ത ബന്ധമാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോ കുറച്ച് കൂടിപ്പോയി. നമ്മുടെ എപ്പിസോഡുകൾ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് ഷാജി ചേട്ടൻ ഉണ്ടായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ. വലിയ സന്തോഷം. ഞാൻ 3ാമത്തെ തവണയാണ് ഇവിടെ ഈ വേദിയിൽ വരുന്നത്. അപ്പം ഞാൻ പലപ്പോഴായിട്ടും എൻ്റെ അടുത്ത് പെട്ടെന്ന് പറയും, ഷജന മറ്റന്നാൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഞാൻ യെസ് ഓർ നോ പറഞ്ഞാൽ കേട്ട ഉടനെ ഫോൺ കട്ട് ചെയ്ത് കളയും. കാരണം അപ്പം ഞാൻ പറയും ഒന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എനിക്കിവിടെ വരാൻ ഭയങ്കര കൊതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് പിഷുവായിട്ട് അല്ലാതെ കാണുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ 100 കാര്യങ്ങൾ തിരക്കുകൾ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. നമ്മളൊരു അല്പസമയം ചിരിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് വലിയ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വേദിയിൽ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. നമ്മുടെ എല്ലാം മറന്ന്
ഒരു ദിവസം. അങ്ങനെ 2 പ്രാവശ്യം മിസ്സായി പോയി. അപ്പൊ ഇത്തവണ ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് 2 തവണ മിസ് എന്ന് പറഞ്ഞാൽ ഷാജേട്ടന് വലിയ തിരക്കാണ്. സിനിമകളിൽ ഒരുപാടുണ്ട്. സിനിമകളിൽ എപ്പോഴും ഇപ്പോൾ ഒരു സിനിമകളും തന്നെ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. പലതും പല തിരക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവരുടെ തിരക്കുകൾ മാറും. അപ്പൊ ഞാനും ഷാജേട്ടനും പറയും, ചേട്ടാ തിരക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് ഇവിടെ മാറ്റി തരാവുന്നല്ല, നിങ്ങൾ വാക്ക് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇവിടെ വരാതെ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു പ്രഷർ കൊടുക്കാതിരിക്കാൻ നമ്മളും എല്ലാ കാലത്തും എല്ലാവരുടെ കാര്യത്തിലും നോക്കാറുണ്ട്. ചേട്ടാ എനിവേ താങ്ക് യു വെരി മച്ച്. വീണ്ടും വന്നേക്കാം. ചേട്ടാ ഹലോ ചേട്ടാ ശരിക്കും ഹലോ ഹലോ അല്ല ഇവിടെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എനിക്ക് കാണാവുന്ന ദൂരത്തുണ്ട് ആള്. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്താ കേട്ടോ, സംസാരിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ എങ്ങനെയായാലും ഞാൻ സമ്മതിപ്പിക്കും, ഉറപ്പായിട്ടും. പിന്നെ ആളിവിടെ ഉണ്ട്. ഞാൻ പിന്നെ കൊടുക്കാം. ആദ്യം സംസാരിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. ഷാജു, എനിക്കറിയാം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? അജയൻ വടയേക്കാട്. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ ക്ഷേത്രത്തിൽ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സാറ് പണ്ട് ക്യാമറയൊക്കെ ചെയ്യാൻ പോകത്തില്ലായിരുന്നോ? പിന്നെ എനിക്കറിയാം, ഞാനിപ്പോ ഓർക്കുന്നുണ്ടായിരുന്നു. അതല്ല, ഷാജുവിന് ഞാൻ പരിപാടി തന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തന്നിട്ടില്ല. ഭാഗ്യം. ഞാനേ ഈ പരിപാടിയൊക്കെ കൊടുക്കുന്ന ആളാ, വടയേക്കാട്ട് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരനാണ്. അപ്പൊ ഞാനിവിടെ വന്നതേ, ഞങ്ങളുടെ ക്ഷേത്രത്തില് 8ാം ഉത്സവത്തിനൊരു ഡാൻസ് വേണം. കഴിഞ്ഞ വർഷം വന്നത് ശോഭനയാ, അതിന്റെ മുമ്പത്തെ വർഷം ലക്ഷ്മി ഗോപാലസ്വാമി, അതിന്റെ മുമ്പത്തെ വർഷം മേതിൽ ദേവിക, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നത്. അപ്പൊ ഇപ്രാവശ്യം ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോ നമ്മൾക്ക് തെളിഞ്ഞു വന്നത് ഡയാനയുടെ ഡാൻസ് വേണമെന്നാ. അപ്പൊ ഡയാനയ്ക്ക് ഒഴിവുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവപ്രശ്നമൊക്കെ വെച്ചിട്ടാണോ നിങ്ങളവിടെ ആരുടെ ഡാൻസ് വേണോന്നൊക്കെ തീരുമാനിക്കുന്നത്? അതല്ല, അതിന്റെ ഒരു ഗുട്ടൻസ് അതല്ല. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒരുപാട് ആൾക്കാർ വന്നു, ഫേമസ് ആൾക്കാരല്ലേ, നിലം തൊടാത്ത ആൾക്കാർ, നിറച്ച ആൾക്കാര്. അപ്പൊ ഈ ആൾക്കാർ വന്നപ്പോ ഉന്തും തള്ളും ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോ പോലീസ് അധികാരികൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനത്തെ പരിപാടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോലീസ് അധികാരികൾ വന്നിട്ട് അവർ നിർദ്ദേശിച്ച പേരാണ് ഈ ഡയാനയുടെ പേര്. ദേവപ്രശ്നത്തിൽ പറഞ്ഞാണോ ഡയാനയുടെ പേര്? ദേവൻ എന്നാണ് ഈ SIയുടെ പേര്. അയാള് പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് പറഞ്ഞാണ് ഈ അതാണോ ദേവപ്രശ്നം? അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡയാനയുടെ ഡാൻസ് ആവുമ്പോ അധികം ആൾക്കാരൊന്നും വരില്ലല്ലോ. ഡയാനയും ഡയാനയുടെ പക്കമേളക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിലേ ഈ ഉത്സവത്തിന്റെ കൂടെ 2-3 സ്റ്റാൻഡപ്പ് കോമഡി കൂടി വെച്ചാൽ കൊള്ളാന്നുണ്ട്. നല്ല, ഞാൻ എപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് അവസരം കിട്ടുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഈ ഇവിടെ ഇരുന്നിട്ടേ നല്ല സ്റ്റാൻഡപ്പ് കോമഡിക്കാരെ സെലക്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, അവിടെ അങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ഷാരടിക്കാൻ പരിപാടിയൊക്കെ തന്നിട്ടുള്ള ഒരാളാണ്. വന്ന വഴി മറക്കരുത്. അല്ല, ശരി, ഇരുന്നോളൂ. ആവശ്യമില്ല അലമ്പുണ്ടാക്കായിരുന്നു. ഇല്ല, ഞാൻ മിണ്ടത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. നല്ല ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചോട്ടോ, സിനിമാറ്റിക് ഡാൻസ്. ഓക്കെ. Once upon a time, once